60,000 करोड़ का कारोबार था, आज वो कारोबार बायो इकोनॉमी 20 लाख करोड़ पहुंच चुकी है। दोस्तों 2009-10 का कालखंड था, सिर्फ 25 लाख इलेक्ट्रिक व्हीकल हमारे देश में बिके थे। 1.5 लाख इलेक्ट्रिक व्हीकल बिके थे। हिंसा अराजकता के वो रास्ते खोज रहे हैं, समाज को गलत राह पर घसीटने के लिए भांति भांति के दांव कर रहे हैं। इन दिमागी नक्सलियों को पहचानना होगा, इन दिमागी नक्सलियों को आइसोलेट करना होगा और राष्ट्र को विकसित राष्ट्र बनाने की मुख्य धारा की ओर देश की युवा पीढ़ी को जोड़ना होगा। अर्बन नक्सल, പാകിസ്ഥാനി, ദേശദ്രോഹി എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഒരു ചാപ്പയാണ് വന്നിരിക്കുന്നത്, ദിമാഗി നക്സൽ. ഇത് പറയുന്നതിന് മുമ്പ് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. 10-14 വർഷത്തെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേരയിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ അദ്ദേഹം സംസാരിച്ചു. അതിൻ്റെ എല്ലാ പാകപ്പിഴകളും ഇന്നത്തെ സംസാരത്തിൽ പ്രത്യേകം നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തുണ്ട് പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നത്. ആ തുണ്ട് പേപ്പറിൽ നോക്കി വായിക്കുന്നതിനിടയിൽ 1000 തവണ പല ഡാറ്റകളും തെറ്റിപ്പോയി എന്നുള്ളതാണ്. പല ഫിഗറുകളും പറയുന്നിടത്ത് മറ്റേത് ടെലിപ്രോംപ്റ്റർ ആയിരുന്നു, താഴെ നോക്കേണ്ടില്ലായിരുന്നു, വലതു സൈഡിലൊന്ന് ഇടതു സൈഡിലൊന്ന്, രണ്ടിലേക്കും ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് സംസാരിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ടെലിപ്രോംപ്റ്റർ ഉണ്ടായിരുന്നില്ല. ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ ഇന്ന് തുണ്ടുകടലാസ് മുന്നിൽ വെച്ച പ്രസംഗപീഠത്തിൽ വെച്ച തുണ്ടുകടലാസ് നോക്കിയിട്ട് വായിക്കേണ്ടി വന്നപ്പോൾ പല ആവർത്തി നരേന്ദ്രമോദിക്ക് ഡാറ്റകൾ മാറിപ്പോയി എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും രാജ്യത്തെ വിദ്യാർത്ഥികളെയും രാജ്യത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും ഇപ്പോൾ വിളിക്കുന്നത് ദിമാഗി നക്സൽ എന്നാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇനി മനസ്സിലായിട്ടും മനസ്സിലാവാത്തതാണോ എന്നും മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും നരേന്ദ്രമോദിയും സംഘ് പരിവാരവും തിങ്ക് ചെയ്യുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴും അവർ 2016 ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്ത് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്താണ്? രാജ്യത്ത് വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം, ആ പ്രക്ഷോഭം വിദ്യാർത്ഥികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ, ജനങ്ങളുടെ ശബ്ദങ്ങൾ, വിദ്യാർത്ഥികളുടെ ശബ്ദങ്ങൾ, അത് കുറിക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്, സംഘ് പരിവാറിനെ അത്രമാത്രം ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഭയത്തിൽ നിന്ന്, ആ വേദനയിൽ നിന്ന്, ആ മുദ്രാവാക്യങ്ങളും ആ ചോദ്യങ്ങളും ഉണ്ടാക്കിയ മുറിവിൽ നിന്നാണ് ഇപ്പോൾ ദിമാഗി നക്സൽസ് എന്നുള്ള ഒരു പദപ്രയോഗം തന്നെ പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ, എസ്പെഷ്യലി 2014 ശേഷമുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ നാൾ ഈ പറയുന്ന ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളുടെ സമരത്തിനൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെയും സംഘ് പരിവാറിൻ്റെയും ഏറ്റവും വിശ്വസ്തൻ കസേര വിട്ട് താഴെ ഇറങ്ങേണ്ടി വന്നത്. അത് ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വേദനയിൽ നിന്നാണ് ഇപ്പോൾ പുതിയ ചാപ്പയടി തുടങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല, ഭയം വല്ലാതെ വേട്ടയാടുന്നുണ്ട്. കാരണം രാജ്യത്തെ ജനങ്ങളും രാജ്യത്തെ വിദ്യാർത്ഥികളും ഒരു പൊടിക്കടുങ്ങാൻ തയ്യാറല്ല എന്നുള്ളത് ആ പ്രക്ഷോഭത്തിന് ശേഷവും ആ രാജിക്ക് ശേഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മൺസൂൺ സെഷൻ, പാർലമെൻറ്റ് മൺസൂൺ സെഷൻ 10-18 ദിവസം ചേർന്നു. ഈ പറയുന്ന മോദിയും അമിത്ഷയും എത്തിയത് പാർലമെൻറ്റ് മൺസൂൺ സെഷൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം. അന്ന് സഭയിൽ എന്താണ് നടന്നത്? അന്ന് സഭയിൽ നടന്നത്, സഭയിലേക്ക് സ്പീക്കർ വരുന്നു, സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം പാടുന്നു, ആ വന്ദേമാതരം അവസാനിപ്പിക്കുന്നു, സഭ ക്ലോസ് ചെയ്യുന്നു, എന്നേക്കുമായി സഭ പിരിയുന്നു. എന്തുകൊണ്ടാ?
കാരണം 10-17 ദിവസങ്ങൾ സഭക്കകത്തുയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ പറയുന്ന സംഘപരിവാറിനെ കൊണ്ടോ നരേന്ദ്രമോദിയെ കൊണ്ടോ അമിത്ഷയെ കൊണ്ടോ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രവുമല്ല, രാജ്യത്ത് ഈ 2 വ്യക്തികൾ മാളത്തിൽ ഒളിച്ചു എന്നും രാജ്യത്തിൻ്റെ കോണുകളിൽ നിന്ന് ഓരോ മുക്കിലും മൂലയിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങളും മുദ്രാവാക്യങ്ങളും ഈ കൂട്ടരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതാണ് പുതിയ ചാപ്പയടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ പാകിസ്ഥാനികളാക്കി, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ രാജ്യദ്രോഹികളും വിരുദ്ധരും അമേരിക്കൻ ഫണ്ട് സ്വീകരിക്കുന്നവരും അങ്ങനെ പല ചാപ്പയടികൾ നടത്തി നോക്കി. വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ടൊന്നും വിദ്യാർത്ഥികൾ പിൻവാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, മോദിയെയും അമിത്ഷയെയും സംബന്ധിച്ചിടത്തോളം വലിയ ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? പർച്ചേസിങ്ങുകൾ കൊണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇനി ഒരു പർച്ചേസിങ് നടത്തിക്കഴിഞ്ഞാൽ എല്ലാം തകിടം മറിയും എന്ന് മാത്രമല്ല, എല്ലാ കാര്യത്തിലും വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ള ഭയവും നരേന്ദ്രമോദിയെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പുതിയ രീതിയിൽ ഇന്നിപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് ആയുധമേന്തിയ നക്സലുകളെ നമ്മൾ അവസാനിപ്പിച്ചു, പക്ഷേ ഒരു പുതിയ കൂട്ടർ പിറവിയെടുത്തിരിക്കുന്നു, അവരുടെ ബുദ്ധി നക്സലുകളുടേതാണ് എന്നാണ് പറയുന്നത്. അപ്പം നിരന്തരമായിട്ട് സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവർ, മോദിയെയും അമിത്ഷയെയും യാതൊരു വിലയും കൽപ്പിക്കാത്തവർ, അവരെയൊക്കെ പുതിയ പുതിയ ടേമുകൾ കണ്ടുപിടിച്ച് പുതിയ പുതിയ ചാപ്പയടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഭയം നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ദേഹത്ത് പറ്റിയ മുറിവുകളിൽ നിന്നുള്ള ഭയമാണ്. ആ മുറിപ്പാടുകൾ ഇപ്പോഴും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് സംഘപരിവാറിനെ. ആ വേദന തന്നെയാണ് ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു പുറമെ കാണാൻ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നുള്ളതാണ് എങ്കിൽ, അക്ഷരാർത്ഥത്തിൽ സാക്ഷാൽ നരേന്ദ്രമോദി കസേര വിട്ട് ഇറങ്ങിയ സ്ഥിതിവിശേഷമാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം. മോദിക്കത് അങ്ങനെയാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി പോലും മോദിയുടെ രാജിയായിട്ടാണ് മോദിക്ക് ഫീൽ ആവുന്നത്. അമിത്ഷയെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ കരണത്തേറ്റ അടിയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇന്നിപ്പോൾ രാജ്യത്ത് ഒരു പുതിയ രീതി ആരംഭിച്ചിരിക്കുകയാണ്. ജെൻസിക്ക് ശേഷം ജെൻ ആൽഫ എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി 3, 4, 5, 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കാണുക. അപ്പോൾ ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടത് അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിൻ്റെ ആ രീതി അല്ലെങ്കിൽ ആ വഴിയിലൂടെ തന്നെ രാജ്യത്തെ വിദ്യാർത്ഥികളും രാജ്യത്തെ ജനങ്ങളും ആ വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് മോദിക്ക് മനസ്സിലാവുന്നുണ്ട്, അമിത്ഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, RSSന് മനസ്സിലാവുന്നുണ്ട്, സംഘപരിവാറിന് മനസ്സിലാവുന്നുണ്ട്. ആ ബോധ്യങ്ങളാണ്, ആ തിരിച്ചറിവുകളാണ് ഇവരെ ഇത്രമാത്രം അസ്വസ്ഥതപ്പെടുത്തുന്നത്. ഇത്രമാത്രം സംഘപരിവാർ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ രാജ്യത്തെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയ ഒരു ഭരണകൂടമായിട്ട് ഈ മൺസൂൺ സെഷൻ അവസാനിപ്പിച്ച് തടി തപ്പേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അധികാരം ഉപയോഗിച്ച് സഭകളിൽ തങ്ങൾക്കുള്ള മെജോറിറ്റി ഉപയോഗിച്ച് സ്പീക്കറുടെ പിൻബലത്തിൽ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടുണ്ടായത് മറുപടികൾ പറയാൻ കഴിയാതെ വന്നപ്പോഴാണ്. നിരന്തരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയ ഒരു ഗവൺമെൻറ് വലിയ അങ്കലാപ്പിലാണ്, വലിയ വെപ്രാളത്തിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നരേന്ദ്രമോദി തനിക്ക് കിട്ടിയ ഒരവസരം. മാധ്യമങ്ങളെ കാണാറില്ല, പാർലമെൻറ്റിൽ വരാറില്ല. കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഒന്ന് മൻ കി ബാത്താണ്, ഒന്ന് ഈ പറയുന്ന സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷത്തിൽ സംസാരിക്കാൻ കിട്ടിയ ഒരവസരമാണ്. ഈ അവസരത്തിൽ കൃത്യമായിട്ട് നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു ചാപ്പയടിയുമായിട്ട് ഇറങ്ങിയത് ആ വെപ്രാളത്തിൽ നിന്നാണ് എന്നുള്ളതാണ്.